അർജുൻ്റെ അയൽവാസിയായ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ, അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യത്തിൽ കൂടെയാണ് കുടുംബം പോകുന്നത്. അവർക്ക് ഓരോ ദിവസവും പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെയൊക്കെ വന്നത്. പോലീസിൽ അർജുനെ കാണാനില്ല എന്നുള്ള പരാതി നൽകിയത്. പക്ഷേ എല്ലാ ക്ഷമയും അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും ഒക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 4 ദിവസത്തെയും തിരച്ചിൽ എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചില റഡാർ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. അത് അർജുൻ്റെ ട്രക്കിൻ്റെതാകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാം എല്ലാവരും. ആ വീട്ടിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? താങ്കളോട് അവിടെ ബന്ധുക്കളൊക്കെ എന്താണ് പങ്കുവയ്ക്കുന്നത്? താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ റഡാറിൽ കാണുന്നത് അർജുൻ്റെ വണ്ടി ആയിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ആദ്യമായിട്ട് ആ വിധത്തിൽ അത് കണ്ടെത്തി നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ സംഭവം, ഈ ഒരു ദുരന്തമുണ്ടായിട്ട് 100 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മളുടെ ഓരോ ഒഴിവൊഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരു സ്ഥിരമായിട്ടൊരു സംവിധാനം, അതായത് ഒരു രാവിലെ ഡേ ടൈം 24 hours വർക്ക് ചെയ്യാനുള്ള ഒരു സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടില്ല. കാരണം ടെമ്പററി ആയിട്ട് ആണെങ്കിൽ പോലും അവിടെ ലൈറ്റിൻ്റെ സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മീഡിയയിൽ ചാനലുകൾ നോക്കി മനസ്സിലാവുന്നത്. അങ്ങനെ 24 മണിക്കൂറും അവിടെ സജ്ജീകരണത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന JCB ഒന്നല്ല അവിടെ വർക്ക് ചെയ്യേണ്ടത്. പൊക്ലൈൻ, വലിയ ബൂം ലെങ്ത്തുള്ള പൊക്ലൈൻ ഉണ്ട്. അത് ഡിഫൻസിൻ്റെ അടുത്തൊക്കെ അതിലുള്ള ഡോസറുണ്ട്. അങ്ങനെയുള്ള സാധനം കൊണ്ട് മണ്ണ് തൊട്ടടുത്ത് നിന്ന് പിറകോട്ടാക്കി കൊടുത്തിട്ട് ഈ JCBയിലോ മറ്റേലോ ലോഡ് ചെയ്ത് വിടാവുന്നതാണ്. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു JCB ലോഡ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് ഇടണം. അതിന് പകരം മണ്ണ് എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കി ഒഴിവാക്കുക. ഈ പൊക്ലൈനോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബൂം ലെങ്ത്തുള്ള ഒരു 15 മീറ്റർ 20 മീറ്റർ ഒക്കെ ബൂം ലെങ്ത്തുള്ള പൊക്ലൈൻസ് ഉണ്ട്. ശ്രീ രവീന്ദ്രൻ, അർജുന്റെ സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ അവിടെ സംഭവ സ്ഥലത്തുണ്ടല്ലോ. അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ അവസാന മണിക്കൂറുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്ദേശം കുടുംബത്തിലേക്ക് കൈമാറിയിട്ടുണ്ടോ? അവർക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളത്. കാരണം ഇന്നലെ വളരെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെന്നുള്ളത് വസ്തുത മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും ഇന്ന് രാവിലെ 5:30 വീണ്ടും തുടരും എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് അവർ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. അവർക്കൊന്നും മറ്റൊരു വിധത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് മാത്രമല്ല, ഈ നാടൊട്ടുക്കും അവരോട് ഒന്നിച്ച് നിൽക്കുകയാണ്. കാരണം അവനൊന്നും സംഭവിക്കരുതേ, അവനോട് ജീവനോട് കൂടി തന്നെ നിലനിർത്തിക്കൊണ്ട് അവൻ്റെ ട്രക്കും അവനും കണ്ടുകിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ മുഴുവൻ ഇതും. തീർച്ചയായും പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒക്കെ സഫലമാകട്ടെ എന്ന് തന്നെയാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കളിലേക്ക് എത്താം.